ഹലോ എല്ലാവർക്കും സുപ്പീരിയർ മെൻ ബിൽഡിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു തുള്ളിയിൽ നിന്ന് രൂപം കൊണ്ട മനുഷ്യൻ നിമിഷനേരത്തെ സുഖത്തിനു വേണ്ടി തന്റെ വിലയേറിയ തുള്ളികൾ പാഴാക്കി കളയുന്നു. കാരണം ശുക്ലം അഥവാ വീര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അവനറിയില്ല. നിങ്ങളൊരു സ്പൂൺ വീര്യം തമാശയ്ക്ക് വേണ്ടി കളയുമ്പോൾ അതിന് മാർക്കറ്റിൽ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുണ്ടെന്നറിയാമോ? ഒരു തുള്ളി വീര്യത്തിൽ ഏകദേശം 60 കോടി ബീജങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബീജങ്ങളുടെ എണ്ണം കൂട്ടാൻ നമ്മൾ എന്ത് കഴിക്കണം? എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാവുന്ന പ്രതിവിധികൾ? നമ്മുടെ ശരീരത്തിൽ വൃഷണങ്ങളുടെ പ്രാധാന്യമെന്താണ്? എന്തുകൊണ്ടാണ് ശരീരത്തിൽ ബീജങ്ങൾ കുറയുന്നത്? പിന്നെ എങ്ങനെയാണ് വീര്യമുണ്ടാകുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുകയാണ്. കൗമാരപ്രായം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അതിൽ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് ബീജങ്ങളുടെ ഉൽപ്പാദനം. പല പഠനങ്ങളും അനുസരിച്ച് ഒരു പുരുഷന്റെ ശരീരം 12 മുതൽ 16 വയസ്സിനിടയിൽ വീര്യം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തിൽ വീര്യമുണ്ടാക്കുന്ന പ്രധാന അവയവമാണ് വൃഷണങ്ങൾ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ബീജങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് വീര്യമുണ്ടാകുന്നത്. അതായത് ആദ്യം ബീജം. പുരുഷന്മാരിൽ ബീജോൽപാദനത്തിനുള്ള പ്രധാന അവയവമാണ് വൃഷണങ്ങൾ. ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് വൃഷണങ്ങൾ നീക്കം ചെയ്താൽ അയാൾക്കൊരു സ്ത്രീയോടും ആകർഷണം തോന്നില്ല. ഉദാഹരണത്തിന് കാളയെയും പോത്തിനെയും നോക്കൂ. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? ഈ വൃഷണങ്ങളുടെ വ്യത്യാസം തന്നെ. ചിലപ്പോൾ പോത്തുകൾക്ക് ചികിത്സയില്ലാത്ത രോഗങ്ങൾ വരുമ്പോൾ അടുത്ത തലമുറയിലേക്ക് ആ രോഗം പകരാതിരിക്കാൻ അവയുടെ വൃഷണങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഭാരം വലിക്കുന്നത് പോലുള്ള ജോലികൾക്ക് വേണ്ടി മാത്രം പോത്തുകളെ ഉപയോഗിക്കുമ്പോഴും അവയുടെ വൃഷണങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. ഇതിനെ വന്ധ്യംകരണം എന്നു പറയുന്നു. വൃഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാർക്ക് ഇത് വളരെ അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. എല്ലുകളുടെ ബലം, പേശികളുടെ വളർച്ച, ശാരീരിക ശക്തി മുതൽ നമ്മുടെ ലൈംഗിക ജീവിതത്തെ വരെ ഇത് സ്വാധീനിക്കുന്നു. നമ്മുടെ വീര്യത്തിന് ഒരു പ്രത്യേക ഗന്ധം നൽകുന്നതും ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കാരണമാണ്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. സാധാരണയായി കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് 12-13 വയസ്സിൽ അവരുടെ ശരീരം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വൃഷണങ്ങൾ ബീജങ്ങളെ ഉണ്ടാക്കുന്നതെന്നും ആ ബീജങ്ങൾ എങ്ങനെയാണ് വീര്യമായി മാറുന്നതെന്നും. ശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം 32 കിലോ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് 800 ഗ്രാം രക്തമുണ്ടാകുന്നു. ആ 800 ഗ്രാം രക്തത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഏകദേശം 20 ഗ്രാം വീര്യം നിർമ്മിക്കുന്നത്. പക്ഷേ ഈ പ്രക്രിയ വളരെ പതുക്കെയാണ് നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ആമാശയത്തിലെത്തുന്നു. ശരീരം ജഠരാഗ്നിയുടെ സഹായത്തോടെ ഈ ഭക്ഷണത്തെ ദഹിപ്പിച്ച് രസമാക്കി മാറ്റുന്നു. ഈ രസത്തിൽ നിന്ന് രക്തമുണ്ടാകാൻ ശരീരത്തിന് 5 ദിവസം വേണം. പിന്നീട് രക്തത്തിൽ നിന്ന് മാംസം ഉണ്ടാകാൻ വീണ്ടും 5 ദിവസം. അങ്ങനെ ഓരോ 5 ദിവസം കൂടുമ്പോഴും മാംസത്തിൽ നിന്ന് കൊഴുപ്പും, കൊഴുപ്പിൽ നിന്ന് അസ്ഥിയും, അസ്ഥിയിൽ നിന്നും മജ്ജയും ഉണ്ടാകുന്നു. അവസാനമാണ് വീര്യത്തിന്റെ ഊഴം. മജ്ജയിൽ നിന്ന് വീര്യമുണ്ടാകുന്നത് 2 ഘട്ടങ്ങളിലായാണ്. ആദ്യം ശരീരം വൃഷണങ്ങളിൽ ബീജങ്ങളെ ഉണ്ടാക്കുന്നു. പിന്നീട് ഈ ബീജങ്ങൾ മുന്നോട്ടു പോയി വീര്യമായി മാറുന്നു. അപ്പോൾ നമുക്ക് ആദ്യ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാം. ബീജങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങുന്നത് നമ്മുടെ വൃഷണങ്ങളിൽ നിന്നാണ്. വൃഷണങ്ങൾക്കുള്ളിൽ ചെറിയ പൈപ്പുകൾ പോലെയുള്ള ഞരമ്പുകളുണ്ട്. ഈ പൈപ്പുകൾക്കുള്ളിൽ സ്പെർമറ്റോഗോണിയ എന്ന കോശങ്ങളുണ്ട്. ഇവയാണ് പിന്നീട് ബീജങ്ങളായി മാറുന്നത്. പക്ഷേ ഇവയ്ക്ക് വീര്യമായി മാറണമെങ്കിൽ ഇനിയും ചില ഘടകങ്ങൾ ആവശ്യമാണ്. അതിനായി ഈ ബീജങ്ങൾ വൃഷണങ്ങളിൽ നിന്ന് എപ്പിഡിഡെമിസ് എന്ന ഭാഗത്തേക്കെത്തുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ബീജങ്ങൾ ചലിക്കാൻ പഠിക്കുന്നു. ഒരു പുരുഷൻ ലൈംഗികമായി ബന്ധപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഈ ബീജങ്ങൾ അവിടെ വിശ്രമിക്കും. എന്നാൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഈ ബീജങ്ങൾ ആദ്യം സെമിനൽ വെസിക്കൽസ് എന്ന ഗ്രന്ഥിക്ക് സമീപം എത്തുന്നു. അവിടെ വെച്ച് സെമിനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകം ബീജങ്ങളുമായി കലരുന്നു. അതിനുശേഷം ബീജങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് എന്ന ദ്രാവകവും ഇതിൽ ചേരുന്നു. ഒടുവിലാണ് ഈ മിശ്രിതം, അതായത് വീര്യം, പുരുഷലിംഗത്തിലൂടെ സ്ത്രീ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഈ 20 ഗ്രാം വീര്യമുണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് ഏകദേശം 30 ദിവസവും 4 മണിക്കൂറും വേണ്ടിവരും. എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇത്രയും സമയമെടുത്ത് ശരീരമുണ്ടാക്കുന്ന 15 ഗ്രാമോ അതിലധികമോ വീര്യമാണ് നമ്മൾ ഒരു തവണത്തെ സ്വയംഭോഗത്തിലൂടെ പാഴാക്കിക്കളയുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ഓരോ തവണയും ഇത് സംഭവിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നാറുണ്ടോ? ശരിക്കും ഈ ശീലത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പക്ഷേ എന്തു ചെയ്യണമെന്നറിയില്ല. വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വീണു പോവുകയാണോ? പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് കയറ്റാനാണ്
ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. പോൺ, സ്വയംഭോഗം പോലുള്ള അഡിക്ഷനുകളിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ ഈ പ്രോഗ്രാം സഹായിക്കും. നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ ഊർജ്ജവും കോൺഫിഡൻസും ജീവിതത്തിലെ ലക്ഷ്യങ്ങളും എല്ലാം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒട്ടും വൈകിക്കണ്ട. നിങ്ങളുടെ ലൈഫ് മാറ്റാൻ നിങ്ങൾ ശരിക്കും റെഡിയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയത്തോളൂ. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരു സുപ്പീരിയർ മെന്നായി മാറാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിരിക്കട്ടെ. ശരീരത്തിൽ ബീജങ്ങളുടെ കുറവ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബീജങ്ങൾ വർദ്ധിപ്പിക്കാൻ വീട്ടിൽ എന്ത് ചെയ്യാം? ആദ്യം ബീജങ്ങളുടെ കുറവ് ഒരു പുരുഷനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, അത്തരം പുരുഷന്മാർക്ക് സ്വന്തം തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതായത് അവർക്ക് കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയില്ല. ഇതിനെയാണ് പുരുഷന്മാരിലെ വന്ധ്യത എന്ന് പറയുന്നത്. ഇത് വലിയ സാമൂഹികവും കുടുംബപരവുമായ അപമാനത്തിന് കാരണമാകാം. 1 മില്ലിലിറ്റർ വീര്യത്തിൽ ബീജങ്ങളുടെ എണ്ണം 1.5 കോടിയിൽ കുറവാണെങ്കിൽ മെഡിക്കൽ ഭാഷയിൽ ആ വ്യക്തിക്ക് സ്പേം കൗണ്ട് കുറവാണെന്ന് പറയും. ബീജങ്ങൾ കുറയാൻ പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ ഇതിന് പരിഹാരവുമുണ്ട്. മാനസിക സമ്മർദ്ദം ഒഴിവാക്കി സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. ദിവസവും വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് നന്നായി ഉറങ്ങുക, വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഉലുവ അടങ്ങിയ സപ്ലിമെന്റുകൾ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നു. ഇവയ്ക്കെല്ലാം പുറമെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. ഉദാഹരണത്തിന് ചീര, മുട്ട, അത്തിപ്പഴം, വാൾനട്ട്, വാഴപ്പഴം, അശ്വഗന്ധ, മാതളനാരങ്ങ, ഉലുവ ഇവയെല്ലാം നിങ്ങളുടെ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: വീര്യവും മൂത്രവും ഒരേ വഴിയിലൂടെയാണ് പുറത്തുവരുന്നത്. അപ്പോൾ പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോൾ വീര്യത്തോടൊപ്പം മൂത്രവും പുറത്തുവരാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബീജവും മൂത്രവും ഒരേ വഴിയിലൂടെയാണ് പുറത്തുപോകുന്നത് എന്നത് ശരിയാണ്. എന്നാൽ രണ്ടും ഒരേ സമയം പുറത്തുവരില്ല. അതിന്റെ കാരണം വീര്യവും മൂത്രവും പുറന്തള്ളുന്ന കുഴൽ ഒന്നാണെങ്കിലും അവയ്ക്കിടയിൽ ഒരു വാതിൽ പോലെ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ ശരീരം മൂത്രം പുറന്തള്ളുമ്പോൾ വീര്യം വരുന്ന വഴി അടഞ്ഞിരിക്കും. അതുപോലെ വീര്യം പുറത്തുവരുമ്പോൾ മൂത്രം വരുന്ന വഴിയും അടഞ്ഞിരിക്കും. അതുകൊണ്ട് രണ്ടും ഒരിക്കലും ഒരേ സമയം പുറത്തുവരില്ല. അപ്പോൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.